ഇനി നമ്മള് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും അതേപോലെ തന്നെ അതിന്റെ പ്രത്യേകതകളും മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ലോങ് റണ്ണിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം, ഷോർട്ട് റണ്ണിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോണോപ്പൊളി അല്ലെ. മോണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ, അപ്പോ മോണോപ്പൊളി എന്ന് പറയുമ്പോൾ എന്താണ്? ദ വേർഡ് മോണോപ്പൊളി മീൻസ് alone to sell. Monopoly is a situation in which there is a single seller product which has no close substitute. Pure monopoly is never found in practice. However, the public utilities such as transportation, water, electricity, we generally find monopoly from market. അതായത് ഇവിടെ നമ്മൾ മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? എലോൺ ടു സെൽ, ഒറ്റയ്ക്ക് വിൽക്കുന്നു എന്നുള്ളതാണ് മൊണോപ്പൊളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ ആണ്. അവിടെ സിംഗിൾ സെല്ലർ, ഒരു പ്രൊഡക്റ്റിന് ഒരു സിംഗിൾ സെല്ലർ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഒരൊറ്റ പ്രൊഡക്റ്റ് ആയിരിക്കും, ഒരൊറ്റ സെല്ലറും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അവിടെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഒരു പ്യുവർ മോണോപ്പൊളി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമുക്ക് റിയാലിറ്റിയിൽ നമുക്ക് പ്യുവർ മോണോപ്പൊളി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാലും പബ്ലിക് യൂട്ടിലിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നതും വാട്ടർ എന്ന് പറയുന്നതും ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു മോണോപ്പൊളി മാർക്കറ്റിന്റെ ഫോമിലാണ് കാണപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അല്ലെ. മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എലോൺ, ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒന്ന് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത്. പൊളി എന്ന് വെച്ച് കഴിഞ്ഞാല് സെല്ല്. ഓക്കെ, അപ്പൊ മോണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലോൺ ടു സെൽ എന്നുള്ളതാണ് പറയുന്നത്. അതാണ് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ദെൻ പിന്നീട് പറയുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്തൊക്കെയാണ് മോണോപ്പൊളിയുടെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് മോണോപ്പൊളി. ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിംഗിൾ സെല്ലർ ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻ എ മോണോപ്പൊളി മാർക്കറ്റ് ദർ ഈസ് ഓൺലി വൺ ഫേം പ്രൊഡ്യൂസിങ് സപ്ലൈയിങ് പ്രൊഡക്റ്റ്. Okay, this single firm constitute the industry as such as there is no distinct between firm and industry in monopolistic market. Monopoly characterized the absence of competition. അതായത് ഒരു സിംഗിൾ സെല്ലർ ഓഫ് ദ മോണോപ്പൊളി മാർക്കറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് എന്ത്? സിംഗിൾ സെല്ലർ ഓഫ് ദി പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ മോണോപ്പൊളി മാർക്കറ്റില് ഒരു ഫേം മാത്രമേ എന്ത് ചെയ്യാനുണ്ടാവുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, സപ്ലൈ ചെയ്യാനും ഒരാൾ തന്നെ ഉണ്ടായിരിക്കുള്ളൂ. ഒരു സിംഗിൾ ഫേം തന്നെയാണ് ഇവിടുത്തെ ഇൻഡസ്ട്രി ആയിട്ട് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഓക്കെ, ഫേം കുറെ ഫേമുകൾ കൂടിയിട്ടാണല്ലോ സാധാരണഗതിയിൽ ഇൻഡസ്ട്രി എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുക അല്ലെ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ അതിന്റെ എന്താണ് ആവശ്യകത വരുന്നില്ല. കാരണം ഇവിടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ ഫേം തന്നെയാണ് ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. കാരണം ആകെ ഒരൊറ്റ സിംഗിൾ സെല്ലറേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, അതേപോലെ തന്നെ മോണോപോളിസ്റ്റിക് മാർക്കറ്റിനെ പോലെ ഒരു ഫേം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മോണോപോളിയുടെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. മത്സര ബുദ്ധി എന്ന് പറയുന്നത് മോണോപോളി മാർക്കറ്റിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തേൽ പറയുന്നത്. ഇനി രണ്ടാമത്തേൽ പറയുന്നത് ബാരിയേഴ്സ് ടു എൻട്രി. അതായത് ഇപ്പോ നമുക്കറിയാം മോണോപോളിസ്റ്റിക് മാർക്കറ്റില് സ്ട്രോങ് ബാരിയേഴ്സ് ടു എൻട്രി ആണ്. കാരണം നമുക്കൊന്ന് നമ്മളുടെ ഇതിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്താ പറയാ ബാധ്യതകൾ അല്ലെങ്കിൽ വളരെ റിസ്ക് പിടിച്ചതാണ് മോണോപോളി മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ മോണോപോളിസ്റ്റിക് മാർക്കറ്റിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് വളരെ റിസ്ക് പിടിച്ച ഒരു കാര്യമാണ്. ദ ബാരിയേഴ്സ് ടു എൻട്രി കുഡ് ബി എക്കണോമിക്, ഇൻസ്റ്റിറ്റ്യൂഷണൽ, ലീഗൽ ഓർ ആർട്ടിഫിഷ്യൽസ്. അപ്പോ ബാരിയേഴ്സ് ടു എൻട്രി എന്ന് പറയുമ്പോൾ ഇവിടെ ബാരിയേഴ്സ് ആവുന്നത് ഒന്ന് എക്കണോമിക് ആണ്, ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണ്, ഒന്ന് ലീഗൽ വൈസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ വൈസ് ഒക്കെയാണ് ബാരിയേഴ്സ് ടു എൻട്രി എന്നുള്ളതിൽ പറയുന്നത്.
ഇനി മൂന്നാമത്തത് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അതായത് ഇവിടെ മോണോപ്പൊളി ഫേം ആയതുകൊണ്ട് തന്നെ എന്താണ് പ്രത്യേകത? മോണോപ്പൊളി ഫേമിന്റെ ഫുൾ കൺട്രോളിനും മാർക്കറ്റ് സപ്ലൈ പ്രൊഡക്റ്റിന്റെ സർവീസും ഒക്കെ പറയുന്നത് മോണോപ്പൊളി ഫേമിന് തന്നെയാണ്. അപ്പൊ മോണോപോളിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രൈസ് മേക്കർ ആയിരിക്കും. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ എന്താ പഠിച്ചത്? പ്രൈസ് ടേക്കർ എന്നല്ലേ പഠിച്ചത്, അല്ലെ? പക്ഷെ ഇവിടെ വരുമ്പോ പ്രൈസ് മേക്കർ ആണ്. മോണോപോളിയിലെ പ്രൈസ് മേക്കർ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, മോണോപോളിസ്റ്റ് ജനറലി സെൽസ് എ പ്രോഡക്റ്റ് വിച്ച് ഹാസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. മോണോപോളിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും വിൽക്കപ്പെടുന്നത് ഒരു ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്റ്റിന് പകരം നമുക്ക് മറ്റൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളായിരിക്കും മോണോപോളിസ്റ്റ് എന്ത് ചെയ്യുന്നത്? വിൽക്കപ്പെടുന്നത്. ഈ ഒരു കേസിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ പ്രൊഡക്റ്റ് അതർ പ്രൊഡക്റ്റ് ഈസ് 0 ഓർ വെരി സ്മാൾ. അതായത് ഇപ്പൊ നമുക്കറിയാം ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് മോണോപോളിസ് പ്രൊഡക്റ്റിനെ തന്നെയാണ്. അതേപോലെ തന്നെ മറ്റു പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു സീറോയിലോ അല്ലെങ്കിൽ ഒരു വെരി സ്മാളിലായിരിക്കും എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. അതേസമയം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മോണോപോളിസ്റ്റിക് പ്രോഡക്റ്റ് ആൾസോ ലെസ് ദാൻ 1. മോണോപോളിസ്റ്റിക് പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, എന്നാൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണെന്നുണ്ടെങ്കിലോ ഒന്നില്ലെങ്കിൽ വെരി സ്മാൾ ആയിരിക്കും അല്ലെങ്കിൽ 0ക്ക് തുല്യമായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, as a result the monopolist faces a steep downward sloping demand curve. അപ്പൊ അങ്ങനെ വരുമ്പോൾ മോണോപോളിസ്റ്റ് ഫേസ് ചെയ്യുന്നത് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, സ്റ്റീപ്പ് ആയിട്ടുള്ള ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ മോണോപ്പൊളിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ മോണോപ്പൊളി ഹാസ് എ മാർക്കറ്റ് പവർ. മോണോപ്പൊളി ഫേമിന് തന്നെയാണ് ഇവിടെ എന്തുള്ളത്? മാർക്കറ്റ് പവർ ഉള്ളത്, അല്ലെ? മാർക്കറ്റ് പവർ ഉള്ളത് കാരണം ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ചാർജ് പ്രൈസ് അബവ് മാർജിനൽ കോസ്റ്റ് ആൻഡ് ഏൺ എ പോസിറ്റീവ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോ ദ മോണോപ്പൊളി ഫേം ഹാസ് ദ മാർക്കറ്റ് പവർ, ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ചാർജ്. മോണോപ്പൊളിക്ക് ഒരു മാർക്കറ്റ് പവർ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ എബിലിറ്റി ടു ചാർജ്, അല്ലെ? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പ്രോഫിറ്റ് മാത്രമാണ് ഇവിടെ ഏൺ ചെയ്യാൻ പറ്റുന്നത്. മാർജിനൽ കോസ്റ്റും അതേപോലെ തന്നെ പ്രൈസും എബവ് ആണെങ്കിൽ മാത്രമാണ് ഒരു പോസിറ്റീവ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് മോണോപ്പൊളിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട മോണോപ്പൊളിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? സിംഗിൾ സെല്ലർ ആണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് മോണോപ്പൊളീസ് അറൈസ് ചെയ്യുന്നത്? ഓക്കെ, എങ്ങനെയാണ് മോണോപ്പൊളീസ് അറൈസ് ചെയ്യുന്നത്? ഒന്ന്, സ്ട്രാറ്റജിക് കൺട്രോൾ ഓവർ എ സ്കേഴ്സ് റിസോഴ്സ് ഇൻപുട്ട് ഓർ ടെക്നോളജി ബൈ സിംഗിൾ ഫേം ലിമിറ്റിംഗ് ദി അക്സസ് ഓഫ് അതർ ഫേംസ് ടു ദീസ് റിസോഴ്സസ്. അതായത് സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറയുമ്പോൾ സ്കേഴ്സ് റിസോഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന സ്ട്രാറ്റജിക് കൺട്രോളുകളാണ് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻപുട്ട് ഓർ ടെക്നോളജി, ഒരു സിംഗിൾ ഫേമിന്റെ ഇൻപുട്ടും ടെക്നോളജിയും ഒക്കെ കണ്ടെത്തുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഒക്കെ ഈ റിസോഴ്സ് ഓഫ് ഫേംസ് ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫേം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തത്, ത്രൂ ഡെവലപ്പിംഗ് ഓർ അക്വയറിംഗ് കൺട്രോൾ ഓവർ എ യുണീക് പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കോസ്റ്റ്ലി ഫോർ അതർ കമ്പനീസ് ടു കോപ്പി. ഇനി ഈ ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് ഇപ്പോ നമുക്കറിയാം ഒരു യുണീക്ക് പ്രൊഡക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ആ യുണീക്ക് പ്രൊഡക്റ്റിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് അക്വയർ ചെയ്യുന്നത് വളരെയധികം ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം മറ്റ് കമ്പനികളും ഇത് എന്ത് ചെയ്യാനുണ്ട്? കോപ്പി ചെയ്യാൻ. കാരണം ഒരു കമ്പനി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത്, ഒരു യുണീക്ക് പ്രൊഡക്റ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതോ അക്വയർ ചെയ്യുന്നു എന്നുള്ളതൊക്കെ മറ്റ് കമ്പനികൾ എന്ത് ചെയ്യാറുണ്ട്? കോപ്പി ചെയ്യാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. Okay, the government granting exclusive right to produce and sell a good or a service. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് നല്ല രീതിയിൽ ഗവൺമെന്റ് ഗ്രാൻസുകള്, എക്സ്ക്ലൂസീവ് റൈറ്റ് ടു പ്രൊഡ്യൂസ് ടു സെൽ ഗുഡ്സ് ആൻഡ് സർവീസ്, കമ്പനികളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഗ്രാൻഡുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ പാറ്റന്റ് ആൻഡ് കോപ്പി റൈറ്റ്സ് ഗിവൺ ബൈ ദി ഗവൺമെന്റ്. അതേപോലെ തന്നെ ഗവൺമെന്റിനും
എന്ത് ചെയ്യാറുണ്ട്, ഇന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ ഗവൺമെന്റിന് മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ, അല്ലെങ്കിൽ ഇന്ന ഫേമിന് മാത്രമേ എല്ലാ അവകാശങ്ങളുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പേറ്റന്റുകളും കോപ്പിറൈറ്റ്സുകളും ഒക്കെ കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ് അല്ലെ. പ്രൊട്ടക്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആൻഡ് എൻകറേജ് ഇന്നോവേഷൻസ് പുതിയ പുതിയ കണ്ടെത്തലുകൾ എൻകറേജ് ചെയ്യുന്നതിനും പ്രോപ്പർട്ടിയിലുള്ള അവകാശങ്ങൾ വളരെയധികം പ്രൊട്ടക്ട് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് കോപ്പിറൈറ്റ്സുകളും പാറ്റന്റും ഒക്കെ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അഞ്ചാമതായി ബിസിനസ് കോമ്പിനേഷൻസ് ഓർ കാർട്ടൽസ് where former competitors cooperate on pricing on market share. ബിസിനസ് കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവുമ്പോൾ അവിടെ നല്ല മാർക്കറ്റ് ഷെയറിൽ പ്രൈസിങ്ങിൽ വളരെയധികം കോപ്പറേഷൻ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ മാർക്കറ്റ് ബിസിനസ്സിലെ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതായത് ഇല്ലീഗൽ ആയിട്ടാണ് മോസ്റ്റ് കൺട്രീസിലും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, ദെൻ അടുത്തത് എക്സ്ട്രീംലി ലാർജ് സ്റ്റാർട്ടപ്പ് കോസ്റ്റ് ഈവൻ ടു എൻറ്റർ ദ മാർക്കറ്റ് ഇൻ ദ മോഡസ്റ്റ് വേ ആൻഡ് റിക്വയർമെന്റ് of extraordinary costly and sophisticated technical know-how discourage firms from entering the market. ഓക്കെ, അതായത് എക്സ്ട്രീംലി ലാർജ് അല്ലെ, അതായത് വലിയ വലിയ സ്റ്റാർട്ടപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ മാർക്കറ്റിലേക്ക് കൂടുതൽ റിക്വയർമെന്റ്സുകളും കോസ്റ്റുകളും ഒക്കെ കൂടുതലായിട്ട് വരുന്നു. എക്സ്ട്രാ ഓർഡിനറി കോസ്റ്റ് ഒക്കെ ചിലപ്പോൾ ആവശ്യം വരും, ടെക്നിക്കൽ ചേഞ്ചുകളൊക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫേമുകളെ മാർക്കറ്റിലേക്ക് എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്കറേജ് ചെയ്യാനുള്ള കാരണങ്ങളായിട്ട് പറയാവുന്നതാണ്. പിന്നെ വരുന്നത് നാച്ചുറൽ മോണോപ്പൊളി അറൈസസ് ദർ ആർ വെരി ലാർജ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. വലിയ രീതിയിലുള്ള എക്കണോമീസ് ഓഫ് സ്കെയിലുള്ള ഇതിലാണ് നാച്ചുറൽ മോണോപ്പൊളി ഉണ്ടായി വരുന്നത്. ഒരു സിംഗിൾ ഫേം എന്ന് പറയുമ്പോൾ അവർക്ക് ഇൻഡസ്ട്രിയിലെ വോൾ ഔട്ട്പുട്ടിന്റെയും കൺട്രോളും ഒക്കെ അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ കൂടുതൽ സപ്ലയേഴ്സ് റീജിയൻ എന്ന് പറയുന്നത് കാണാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൈ കോസ്റ്റുകൾ എല്ലാം തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഡ്യൂപ്ലിക്കേറ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പൊ അതായത് ടെലിഫോൺ സർവീസ്, നാച്ചുറൽ ഗ്യാസിന്റെ സപ്ലൈ, ഇലക്ട്രിക്കൽ പവർ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ മോണോപ്പൊളിക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. കാരണം ഇപ്പോ ഒരു ഇലക്ട്രിക്കൽ പവർ ആണെന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ ഗവൺമെന്റ് നമുക്ക് ഇലക്ട്രിക്കൽ തന്നിട്ടില്ല എങ്കിൽ ഇന്ന് നമുക്ക് അത് വേറെ ഒരു കമ്പനീന്റെ വാങ്ങാം എന്ന് പറയാൻ അവിടെ ഒരു അവസരം നമുക്കില്ല. കാരണം മോണോപ്പൊളിയുടെ ഇലക്ട്രിക്കലിന്റെ കാര്യത്തിൽ മോണോപ്പൊളി ആയിട്ടാണ് നമ്മളുടെ എന്താണ് വൈദ്യുതിയുടെ ഇലക്ട്രിക്കൽ പവർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കാണിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെയാണ് അപ്പോ അതേപോലെ തന്നെ നമ്മുടെ റെയിൽവേ അല്ലെ, അങ്ങനെയുള്ളതെല്ലാം എന്താണ് മോണോപ്പൊളിക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. Enormous goodwill enjoyed by a firm for a considerably long period creates difficult barriers to entry. ഇപ്പോ ഒരു ഫേം ഒരു ഗുഡ്വില്ല് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ലോങ് പീരീഡിലേക്ക് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ടു ബാരിയേഴ്സ് ടു എൻട്രി. ഒരു പുതിയ ടീമിലേക്ക് കടന്നു വരിക എന്നുള്ളത് വളരെയധികം പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് സ്ട്രെഗ്നന്റ് ലീഗൽ റെഗുലേറ്ററി റിക്വയർമെന്റ് എഫക്റ്റീവ്ലി ഡിസ്കറേജ് എൻട്രി ഓഫ് ന്യൂ ഫേംസ് വിതൗട്ട് ബീയിങ് സ്പെസിഫിക്കലി പ്രൊഹിബിറ്റഡ്. ഇപ്പോ ഈ ഒരു ലീഗൽ ആയിട്ടുള്ള റെഗുലേറ്ററി റിക്വയർമെന്റ്സ് വളരെ എഫക്റ്റീവ് ആയിട്ടും ഡിസ്കറേജ് ആയിട്ടും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ നല്ല കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഹിബിറ്റഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ദെൻ 10th വൺ പറയുന്നത് firms uses various anti-competitive practices often referred to as predatory tactics such as limit pricing, predatory pricing, intent to do away with existing potential competition. അതായത് ഫേമുകൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ആന്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസ് ആണ്. കാരണം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഉണ്ടാവില്ല, കാരണം ആകെ ഒരൊറ്റ ഫേമുകളും കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൈസ് ലിമിറ്റ് ചെയ്തുകൊണ്ടും ചില സമയത്ത് പ്രൈസ് ലിമിറ്റ് ചെയ്തുകൊണ്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ റിയൽ ലൈഫിൽ നമുക്ക് പ്യുവർ മോണോപ്പൊളി എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ സാധിക്കില്ല. പക്ഷേ എന്നാൽ പോലും
നമുക്ക് ഏതൊക്കെയാണ് നമ്മളുടെ ഗവൺമെന്റ് മോണോപോളി പ്രൊഡക്ഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, അല്ലെ, അങ്ങനെയുള്ള ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഇതൊക്കെ മോണോപോളി. പിന്നെ അതേപോലെ തന്നെ റെയിൽ ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, റെയിൽവേ എന്നൊക്കെ പറയുന്നത് നമുക്ക് മോണോപോളി സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാവുന്നതാണ്, പറയാവുന്നതാണ്. ഓക്കെ, ഇനി ഒരു മോണോപോളിസ്റ്റിന്റെ റവന്യൂ കർവ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. In the absence of government intervention, a monopolist is free to set any price it desires and will actually desire and will usually set the price that yield the largest possible profit. അതായത് ഇപ്പൊ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ലാതെ ഒരു മോണോപോളിസ്റ്റ് ഒരു പ്രൈസ് ഡിസയർ ചെയ്തു, അല്ലെങ്കിൽ സെറ്റ് ഒരു മോണോപോളിസ്റ്റിന്റെ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് അവരുടെ ഇഷ്ടത്തിനുള്ള ഒരു പ്രൈസ് ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കാം. യൂഷ്വലി സെറ്റ് ദ പ്രൈസ് yield ദ ലാർജസ്റ്റ് പോസിബിൾ പ്രോഫിറ്റ്. അപ്പൊ എന്തായാലും ഒരാൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് യൂഷ്വലി എങ്ങനെയായിരിക്കും, ലാർജ് പോസിബിൾ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. പക്ഷെ മോണോപോളിസ്റ്റ് ഫേം ഈസ് അസ്യൂംഡ് ടു ബി ഓൺലി പ്രൊഡ്യൂസർ ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. പക്ഷെ മോണോപോളിസ്റ്റ് ഇവിടെ ഫേം അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് താൻ മാത്രമേ, അല്ലെങ്കിൽ തങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദ ഡിമാൻഡ് കർവ് ഈസ് ഐഡന്റിക്കൽ വിത്ത് ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ദ പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നതും എന്താണ്, ഐഡന്റിക്കൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, കാണിക്കുന്നു. ഓക്കെ, എന്നാൽ അപ്പൊ മാർക്കറ്റ് ഡിമാൻഡ് കർവും അതേപോലെ തന്നെ ഡിമാൻഡ് കർവും, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നതും ഐഡന്റിക്കൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Market demand curve exhibit total quantity of a product that buyers will offer to buy at each price. Also shows the quantity that the monopolist will be able to sell at every price that he set. ഇപ്പോൾ മാർക്കറ്റിലെ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എ പ്രൊഡക്റ്റ്, അല്ലെ, നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റിയും ടോട്ടൽ ബയേഴ്സും അവരതിന് വാങ്ങാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള പ്രൈസും ഒക്കെ കാണിക്കുന്നതാണ് മോണോപോളിസ്റ്റ് പ്രൈസ് എന്ന് സെറ്റ്. അതൊക്കെ നോക്കിയിട്ടാണ് മോണോപോളിസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രൈസ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മോണോപോളി സെറ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രൈസ് ആയിരിക്കും. ഓക്കെ, സപ്ലയേഴ്സും അതേപോലെ തന്നെ എല്ലാ ബയേഴ്സും ഈ പ്രൈസിന് ഇത് എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുകയും അതേപോലെ തന്നെ ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ കർവ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈസിലി കണ്ടെത്താനും സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഒരു മോണോപ്പൊളിയിലെ ARഉം MRഉം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. AR തന്നെയാണ് D എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, ഡിമാൻഡ്, പ്രൈസ്, AR, MR, ഡിമാൻഡ്, ഇതെല്ലാം ഒരൊറ്റ ലൈനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മോണോപോളിയിൽ നോക്കുമ്പോൾ AR എന്ന് പറയുന്നതും D എന്ന് പറയുന്നതും എന്താണ്, സെയിം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ഓക്കെ, ARന് താഴെ ആയിട്ടായിരിക്കും ഏത് കാണപ്പെടുന്നത്, MR കാണുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് A, suppose MS was only producer of the product A, so that it faces entire market demand. Firm face to downward sloping demand curve. അപ്പോൾ ഇവിടെ ഫേം ഫേസ് ചെയ്യുന്ന ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ് ഇവിടെ ഫേം എന്ത് ചെയ്യുന്നത്, ഫേസ് ചെയ്യുന്നത്. കാരണം ഇവിടെ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കൂടുതൽ വിൽക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ വാല്യൂ ഓഫ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ടേബിൾ റെപ്രസെന്റേഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആവറേജ് റവന്യൂ, ടോട്ടൽ റവന്യൂ, മാർജിനൽ റവന്യൂ മോണോപോളിസ്റ്റിന്റെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അതായത് ഒന്നാമത്തെ കോളത്തിലെ ക്വാണ്ടിറ്റി സോൾഡ് കൊടുത്തിട്ടുണ്ട്, എത്ര ക്വാണ്ടിറ്റിയാണ് സോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തില് ആവറേജ് റവന്യൂവും പ്രൈസും ഈക്വൽ ആണ് എന്നുള്ളത് ഓൾറെഡി നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത്
പിന്നെ വരുന്നതാണ് മാർജിനൽ റവന്യൂ, സോറി, ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വാണ്ടിറ്റിയും ആവറേജ് റവന്യൂവും കൂടിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് കിട്ടുകയും ചെയ്യുന്നു. ഓക്കെ, ഇനിയോ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടോട്ടൽ റവന്യൂവിന്റെ എത്രയാണ് അഡീഷണൽ ആയിട്ട് വരുന്നത് എന്നുള്ളത് മൈനസ് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം, സീറോ ക്വാണ്ടിറ്റിയിൽ ആവറേജ് റവന്യൂ എന്ന് പറയുന്നതും പ്രൈസ് എന്ന് പറയുന്നതും എന്താണ്? ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതില് ഓരോ ആവറേജ് റവന്യൂ, ഓരോ ക്വാണ്ടിറ്റിയും, അതേപോലെ തന്നെ ആവറേജ് റവന്യൂവും, അതേപോലെ തന്നെ ടോട്ടൽ റവന്യൂവും മാർജിനൽ റവന്യൂവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഇപ്പൊ നമുക്കറിയാം ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ആവറേജ് റവന്യൂവും ടോട്ടൽ ക്വാണ്ടിറ്റിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് കിട്ടും. ഇനി ക്വാണ്ടിറ്റി സോൾഡും ടോട്ടൽ റവന്യൂ ആണ് തന്നേക്കുന്നതെങ്കിൽ ആവറേജ് റവന്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് റവന്യൂ എന്നുള്ളത് കിട്ടും. ഇവിടെ നമുക്കറിയാം ആവറേജ് റവന്യൂ എന്ന് പറയുന്നതും പ്രൈസ് എന്ന് പറയുന്നതും എന്താണ്? ഈക്വൽ ആയിട്ടാണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതുമാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ടേബിൾ അനലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് 10 എന്നുള്ളത് നമ്മൾ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് എന്ന് പറയുന്നത് 10. ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സോൾഡ് ചെയ്യുമ്പോൾ അതിന്റെ ആവറേജ് റവന്യൂ അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് 9.50 ആണ്. പിന്നെ അത് ഓരോ യൂണിറ്റ് കൂട്ടി വരുമ്പോഴും ആവറേജ് റവന്യൂ അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? കുറഞ്ഞ് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നു. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? കൂടിയിട്ടാണ് വരുന്നത്. കാരണം ഓരോ അഡീഷണൽ യൂണിറ്റ് സോൾഡ് ചെയ്യുമ്പോഴും അതിന്റെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് കൂടിയിട്ട് വരുന്നു. മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? കുറഞ്ഞ് അത് എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് വരെ എത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്രയാണ് പ്രത്യേകത? ഇനി അതില് ARഉം MRഉം, ഓക്കെ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AR ആൻഡ് MR, ഓക്കെ, ഈ ഒരു ഭാഗമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ARഉം MRഉം മൊണോപ്പൊളി ഫേമിലെ ARഉം MRഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യണം? നോക്കണം. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം AR എന്ന് പറയുന്നതും MR എന്ന് പറയുന്നതും നെഗറ്റീവ്ലി സ്ലോപ്പ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള കർവാണ് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ള പ്രത്യേകത. ARഉം MRഉം തമ്മിലുള്ള പ്രത്യേകത എന്താണ്? ARഉം MRഉം ഒരേപോലെ തന്നെ നെഗറ്റീവ്ലി സ്ലോപ്പ്ഡ് ആണ്, അതേപോലെ തന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് പറയാനുള്ളത് MR കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ട്വൈസ് ദാറ്റ് AR കർവ്. ഓക്കെ, അതില് സ്ലോപ്പ് ഓഫ് ദി MR കർവ് എന്ന് പറയുന്നത് ട്വൈസ് ദാറ്റ് ഓഫ് ദ AR കർവ്. അതായത് AR കർവും അതേപോലെ തന്നെ MR കർവിന്റെയും സ്ലോപ്പ് നമുക്ക് നോക്കി അറിയാം. ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മളൊരു ഗ്രാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് AR കർവിന് താഴെയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? MR കർവ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ MR കർവ് ലൈസ് ഹാഫ് വേ ബിറ്റ്വീൻ ദി AR കർവ് ആൻഡ് Y ആക്സിസ്. അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻ ബീൻ Y ആക്സിസ് ആൻഡ് AR ഇൻ ടു ഈക്വൽ പാർട്സ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാൻ പറ്റും എന്താണ്? ARഉം അതേപോലെ തന്നെ MRഉം നമ്മൾ നോക്കുമ്പോൾ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? AR എന്ന് പറയുന്നത് X ആക്സിസിൽ വന്ന് ടച്ച് ചെയ്യും. ഓക്കെ, എന്നാൽ MR എന്ന് പറയുന്നത് 2 പാർട്ടാക്കിയിട്ട്, അതായത് X ആക്സിസിൽ വന്ന് മുട്ടുകയും ചെയ്യുന്നുണ്ട്, ദെൻ അത് നെഗറ്റീവ് സൈഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്? അവിടെ പറയുന്നത്. ഓക്കെ, അതായത് 2 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് പോകുന്നു എന്നുള്ളതും പറയുന്നു. ഓക്കെ, ഇനിയോ
രണ്ടും AR ആണെന്നുണ്ടെങ്കിലും MR ആണെന്നുണ്ടെങ്കിലും രണ്ടും എന്ത് ചെയ്യുന്നത് നമ്മുടെ Y ആക്സിസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് കൊണ്ടുപോകുന്നത് അല്ലെ. Y ആക്സിസിൽ നിന്നാണ് ARഉം MRഉം ഒരേപോലെ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ അത് ARനെക്കാട്ടിലും അല്ലെങ്കിൽ MRനെക്കാട്ടിലും 2 മടങ്ങായിട്ടാണ് AR എന്ത് ചെയ്യുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു MRഉം ARഉം തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട് അല്ലെ, എത്രയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AR cannot be 0 but MR can 0 and even നെഗറ്റീവ്. ഓക്കെ, അതായത് AR എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല 0 ആവുന്നില്ല, പക്ഷേ MR എന്ന് പറയുന്നത് 0യും ഈവൻ നെഗറ്റീവും എന്ത് ചെയ്യുന്നുണ്ട് ആകുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മോണോപ്പൊളീസ് ഹാസ് മെയിൻലി 2 ടൈപ്സ്. 2 തരത്തിലുള്ള മോണോപ്പൊളീസ് ആണ് നമുക്ക് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഒന്ന് സിമ്പിൾ മോണോപ്പൊളിയും ഒന്ന് സിമ്പിൾ മോണോപ്പൊളി. സിമ്പിൾ മോണോപ്പൊളി എന്ന് പറയുമ്പോൾ മോണോപ്പൊളിസ്റ്റ് ചാർജ് ചെയ്യുന്നത് ഒരു യൂണിഫോം പ്രൈസ് ആയിരിക്കും എല്ലാ ബയേഴ്സിനും വേണ്ടിയിട്ട്. അതായത് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ നമുക്കറിയാലോ ചാർജ് ചെയ്യുന്നത് സെയിം ഫെയർ ആണ് എല്ലാവർക്കും അല്ലെ. എന്ന മറിച്ച് AC പാസഞ്ചേഴ്സിനാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ എന്തുണ്ടാവും ഒരു 3 ടയർ അല്ലെ, ഒരു 3 മടങ്ങ് നേരത്തെ ഉണ്ടായിരുന്ന സാധാ പ്രൈസിനേക്കാളും ഒരു 3 മടങ്ങ് ഒരു ചാർജാണ് എന്ത് ചെയ്യുന്നത് ഈടാക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ ഡിസ്ക്രിമിനേറ്റിംഗ് മോണോപ്പൊളി എന്ന് പറയുമ്പോൾ മോണോപ്പൊളി ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഡിഫറെന്റ് ബയേഴ്സിനും different buyers of the same good. Okay, different prices from different buyers. Okay, ഇവിടെ ഡിസ്ക്രിമിനേറ്റിംഗ് മോണോപ്പൊളി എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ബയേഴ്സിനും ഡിഫറെന്റ് പ്രൈസിൽ സാധനങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഡൈനാമിക് ഫെയർ ചാർജ്ഡ് ബൈ ഇന്ത്യൻ റെയിൽവേസ് ഇൻ സ്പെസിഫിക് ട്രെയിൻസ്. ഓക്കെ, ഇപ്പൊ ചില ഇന്ത്യൻ റെയിൽവേയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിന് ചാർജ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഡൈനാമിക് ഫെയർ ആയിരിക്കും, അതായത് ചേഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിമ്പിൾ മോണോപ്പൊളിയും ഡിസ്ക്രിമിനേറ്റിംഗ് മോണോപ്പൊളി എന്ന് പറയുന്ന 2 മോണോപ്പൊളിയാണ് നമുക്ക് സാധാരണയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസിംഗ് ഇൻ എ മോണോപ്പൊളൈസ്ഡ് മാർക്കറ്റ്, ഇക്വിലിബ്രിയം ഓഫ് ദ മോണോപ്പൊളി ഫേം. മോണോപ്പൊളീസ് മാർക്കറ്റിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷനും മോണോപ്പൊളി ഫേമിലെ ഇക്വിലിബ്രിയവും ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പറയാവുന്നതാണ്. ഫേം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ടേക്കേഴ്സ് ആണ് അല്ലെ, അവിടെ ഔട്ട്പുട്ട് കാര്യങ്ങളെല്ലാം ഡിറ്റർമിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മോണോപ്പൊളിസ്റ്റിന്റെ കേസിലേക്ക് വരുമ്പോ എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മോണോപ്പൊളി എന്ന് പറയുന്നത് എങ്ങനെയാണ്, മോണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതില് ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ഫേമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ നമുക്ക് ഈ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രൈസ് ടേക്കർ ആണ് എന്നുള്ളത് അറിയാം, അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നു എന്നുള്ളതൊക്കെ അറിയാം അല്ലെ. പക്ഷെ മോണോപോളിസ്റ്റിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല. മോണോപോളിസ്റ്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഔട്ട്പുട്ട് ഡിസൈഡ് ചെയ്യേണ്ടത്, പ്രൊഡക്റ്റിന്റെ പ്രൈസ് എത്ര വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. Under perfect competition, monopolist decisions are based on profit maximization hypothesis. പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപോളിസ്റ്റും ഡിസിഷൻ എടുക്കുന്നത് പ്രോഫിറ്റ് മാക്സിമൈസിങ് എന്ന് പറയുന്ന ഹൈപ്പോത്തസിസിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഡിസിഷൻസ് എടുക്കുന്നത്. അതായത് കോസ്റ്റ് കണ്ടീഷൻസ് നോക്കിയിട്ട്, അതായത് ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റ് കർവും ആണ് മെയിൻ ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ആൻഡ് മോണോപോളി മാർക്കറ്റ് ആവുമ്പോൾ ജനറലി ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. കൂടാതെ റവന്യൂ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. മോണോപോളിസ്റ്റ് ഫേസ് ചെയ്യുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവും അതേപോലെ തന്നെ പ്രൈസ് എന്ന് പറയുന്നത് വർദ്ധിക്കാറും ഉണ്ട്.
അതേപോലെ തന്നെ അവരുടെ സെയിൽസ് എന്ന് പറയുന്നത് ഗോ ഡൗൺ ചെയ്യാറുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് ഓഫ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ലോവർ പ്രൈസിൽ എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. മോണോപോളിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും റീച്ച് ചെയ്യുന്നത് ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂട്ടിയിട്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഹി വിൽ ട്രൈ അറ്റൈൻ ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മോണോപ്പൊളി എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു കാര്യം ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടായിരിക്കും. സോ ഇവിടെ ഫേമും ഇൻഡസ്ട്രിയും ഐഡന്റിക്കൽ ആണ് മോണോപ്പൊളിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് മോണോപ്പൊളിയിൽ എങ്ങനെയാണ് ഔട്ട്പുട്ടും പ്രൈസും ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും എങ്ങനെയാണ് മോണോപ്പൊളി ഫേം ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ആദ്യം പറയുന്നത് ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കണ്ടീഷനാണ് മോണോപ്പൊളി മാർക്കറ്റിൽ കാണുന്നത്. അതായത് കണ്ടീഷൻ ഒന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടീഷൻ 1 എന്ന് പറയുമ്പോൾ എന്താണ്, വൈ ആക്സിസിൽ നിന്നും AR-ഉം MR-ഉം വന്നിരിക്കുന്നുണ്ട്. AR മുകളിലും MR താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. കൂടാതെ MR എന്ന് പറയുന്നത് X ആക്സിസിൽ മുട്ടുകയും നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ MC എന്ന് പറയുന്നതും കാണുന്നുണ്ട്. അതായത് നമുക്കറിയാം MC ഈക്വൽ ടു MR എന്നുള്ളതാണ് എന്ത്, ഇവിടുത്തെ ഒന്നാമത്തെ കണ്ടീഷനായിട്ട് ഷോർട്ട് റണ്ണിൽ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് MC ഈക്വൽ ടു MR എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. നമുക്കറിയാം ഈ ഒരു ഫിഗറിൽ നമുക്കറിയാം MC കർവ് എന്ന് പറയുന്നത് MR കർവിനെ E എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് OQ എന്ന് പറയുന്നത്. ഓക്കെ, ഈ EQ എന്ന് പറയുന്നത് എന്താണ്, ഡിമാൻഡ് കർവ് ആണ്. അതേപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OP ആണ്. കാരണം എന്താ നോക്കിക്കേ, OP പ്രൈസിന് OQ ക്വാണ്ടിറ്റി ആണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൊടുക്കാൻ പറ്റുന്നത്. കാരണം MC ഈക്വൽ ടു എന്താണ്, അപ്പൊ ഇവിടുത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഒന്ന് MC ഈക്വൽ ടു MR ആയിരിക്കണം, AR-ന് താഴെ ആയിരിക്കണം, MR എന്ന് പറയുന്നത് OQ EQ ലെവലാണ് എന്ത് കാണിക്കുന്നത്, EQ ലെവലാണ് നമുക്ക് എന്ത് കാണിച്ചു തരുന്നത്, ഡിമാൻഡ് കർവ്, അതായത് AR കർവ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് OP-യും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് OQ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ഡിറ്റർമിൻ ദ പ്രൈസ് വിച്ച് എ മോണോപോളിസ്റ്റ് ക്യാൻ ചാർജ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചാർജ് ആണ് ഇവിടെ മോണോപോളിസ്റ്റ് എന്ത് ചെയ്യുന്നത്. ഇനി മോണോപോളിസ്റ്റ് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നതും ലോസ് ചെയ്യുന്നതും എങ്ങനെയൊക്കെയാണ് ഷോർട്ട് റണ്ണിൽ, എത്ര ലോസ് എത്ര പ്രോഫിറ്റ് ഒക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും ഒരു ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന നേരത്തെ ഫിഗറിലേക്ക് ഒരു ആവറേജ് ടോട്ടൽ കോസ്റ്റ് കൂടി എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നോക്കി നോക്കൂ, 2 പോസിബിലിറ്റി ആണ് നമുക്ക് ഷോർട്ട് റണ്ണിൽ കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം AR വന്നിട്ടുണ്ട്, MR വന്നിട്ടുണ്ട്. AR-ന് താഴെയായിരിക്കും MR വരേണ്ടത്. MR-ഉം MC-യും ചേർന്നിട്ടാണ് ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തുന്നത്. OQ ആണ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്, OP ആണ് പ്രൈസ്, അല്ലെ? ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ഇടയിലേക്കാണ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് വരുന്നത്. സോ ആവറേജ് ടോട്ടൽ കോസ്റ്റ് വരുന്ന സമയത്ത് ഓക്കെ, അപ്പൊ നമുക്കറിയാം MC കട്ട് MR കർവ്, MR കർവിനെ MC കട്ട് എന്ത് ചെയ്യുന്നുണ്ട്, താഴെ നിന്നും കട്ട് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെ? അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോ നമുക്കറിയാം PCAB അല്ലെങ്കിൽ ABCP, അല്ലെ? ABCP എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത് കാണിക്കുന്നത്, ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കാണിക്കുന്നത്. കാരണം എന്താണ്, ഒന്നാമത് ആവറേജ് MC ഈക്വൽ ടു MR-ന് തൊട്ടു മുകളിലായും ആവറേജ് റവന്യൂവിന് താഴെയായിട്ടുമാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഓക്കെ, അതായത് ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവും ആവറേജ് റവന്യൂ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് കോസ്റ്റ് കുറവും എന്താണ്, റവന്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഒരു പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പ്രോഫിറ്റ് പോർഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ലൈൻ ആണ് എന്ത്,
നമ്മൾ ആവറേജ് കോസ്റ്റ് വരുന്നത് ഈ ഒരു ലെവലാണ് കോസ്റ്റ് വരുന്നത്. റവന്യൂ എന്ന് പറയുന്നത് ഇവിടെയാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പ്രോഫിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം എ ബി സി പി. ഓക്കെ, ഈ ഒരു പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ആ എ ബി സി പി എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് പ്രോഫിറ്റിന്റെ രൂപത്തിൽ നമുക്ക് കാണാനും സാധിക്കുന്നു. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് പറയുന്നത്, ക്യാൻ എ മോണോപോളിസ്റ്റ് ഇൻക്വർ ലോസസ്. ഒരു മോണോപോളിസ്റ്റിന് എപ്പോഴെങ്കിലും ലോസ് സംഭവിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പോ നമുക്കറിയാം ഒരു മോണോപോളിസ്റ്റിന് എപ്പോഴും എല്ലാ ടൈമിലും എന്താണ് അധികവും എന്താ കിട്ടുന്നത്, പ്രോഫിറ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ഇതെന്ന് പറയുമ്പോൾ മോണോപോളിസ്റ്റ് എല്ലായ്പ്പോഴും സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കിട്ടണമെന്നില്ല. കാരണം ഏതൊരു സാധനത്തിനും പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഡിമാൻഡിനെയും കോസ്റ്റ് കണ്ടീഷൻസിനെയും അനുസരിച്ചായിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഒരു മോണോപോളിസ്റ്റ് എന്ന് പറയുന്നത് ഫേസ് ചെയ്യുന്നത് ഒരു ലോ ഡിമാൻഡ് ആണ്, അവരുടെ പ്രൊഡക്റ്റിന് ഒരു ലോ ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ, കോസ്റ്റ് കണ്ടീഷനും കുറവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോസ്റ്റ് കണ്ടീഷൻ കൂടുതലും ലോ ഡിമാൻഡ് ആണ് കാണിക്കുന്നത് എങ്കിൽ, അതായത് ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഗ്രേറ്റർ ദാൻ ആവറേജ് റവന്യൂ ആണെന്നുണ്ടെങ്കിൽ ഹി വിൽ നോട്ട് ബി മേക്കിംഗ് പ്രോഫിറ്റ്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ എന്താണ് നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, കിട്ടില്ല. അപ്പൊ അതായത് ആ ഫേം എന്തായിരിക്കും, ലോസിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ലോസ് കാണിക്കുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം നേരത്തെ ഒരു പിക്ചറിൽ നമ്മൾ അനലൈസ് ചെയ്തപ്പോ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്, ആവറേജ് ടോട്ടൽ കോസ്റ്റ് നേരത്തേൽ നമ്മൾ കൊടുത്തത് അല്ലെ. പക്ഷേ ഇപ്പത്തേല് നോക്കിക്കേ, ഇപ്പൊ എവിടെ വന്നിരിക്കുന്നത്, ഇപ്പോ എ ആറിന് മുകളിലായിട്ടാണ്. നേരത്തെ നമ്മൾ നോക്കുമ്പോൾ എ ആറിന് താഴെയായിട്ടാണ് നമ്മൾ ഈ ഒരു എ ടി സി വരച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ ഇപ്പൊ വരച്ചേക്കുന്ന ചിത്രത്തിലെ പ്രത്യേകത എന്താണ്, ഇപ്പൊ വരച്ചേക്കുന്ന ചിത്രത്തില് എ ആറ് താഴെയും എ ടി സി എന്ന് പറയുന്നത് മുകളിലുമായിട്ടാണ് കാണുന്നത്. അതായത് കോസ്റ്റ് കൂടുതലും റവന്യൂ കുറവാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ എന്തായിരിക്കും കാണിക്കുന്നത്, ലോസ് ആയിരിക്കും കാണിക്കുന്നത് അല്ലെ. കാരണം എന്താണ്, എ ബി പി സി എന്ന് പറയുന്നത് എന്താണ്, ലോസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. കാരണം എന്താ, തീർച്ചയായിട്ടും കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലും റവന്യൂ എന്ന് പറയുന്നത് എന്താണ്, കുറവുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. ഓക്കെ, ആ ഒരു കേസ് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ഇക്വിലിബ്രിയം അല്ലെ, എല്ലാം നമ്മൾ സെറ്റപ്പ് ആക്കി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ആവറേജ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനി ലോങ് റൺ ഇക്വിലിബ്രിയം എന്നുള്ളത് നോക്കാം. ലോങ് റൺ ഇക്വിലിബ്രിയം, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതെല്ലാം നമ്മൾ ഷോർട്ട് റണ്ണിലെ കാര്യങ്ങളാണ് അല്ലെ. ഇനി നമ്മൾ ലോങ് റൺ ഇക്വിലിബ്രിയത്തെ കുറിച്ചാണ് പറയുന്നത്. ലോങ് റൺ ഈസ് എ പീരിയഡ് ലോങ് ഇനഫ് ടു അലോ ദ മോണോപോളിസ്റ്റ് ടു അഡ്ജസ്റ്റ് ഹിസ് പ്ലാൻ സൈസ് ഓർ ടു യൂസ് എക്സിസ്റ്റിംഗ് പ്ലാന്റ് അറ്റ് എനി ലെവൽ ദാറ്റ് മാക്സിമൈസ് ഹിസ് പ്രോഫിറ്റ്. ലോങ് റണ്ണിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മോണോപോളിസ്റ്റ് അവരുടെ ഒരു പ്ലാൻ സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ അവരുടെ എക്സിസ്റ്റിംഗ് പ്ലാന്റിനെ യൂസ് ചെയ്തുകൊണ്ടൊക്കെ അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അല്ലെ. കാരണം അവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അബ്സെൻസ് ആയിരിക്കും. കാരണം മോണോപ്പൊളി ആയതുകൊണ്ട് ഒറ്റ സെല്ലറല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കില്ല. സോ മോണോപോളിസ്റ്റ് എപ്പോഴും ഒപ്റ്റിമൽ പ്രൊഡ്യൂസ് ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ സബ് ഒപ്റ്റിമൽ സ്കെയിൽ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, കാണാൻ പറ്റുന്നത്. കൂടാതെ ഹി നീഡ് നോട്ട് റീച്ച് ദ മിനിമം ഓഫ് LIC കർവ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം മിനിമം LIC കർവിന് റീച്ച് ആയിട്ടായിരിക്കണം നമുക്കിത് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെയാണോ LICയുടെ മിനിമം പോയിന്റ്, ഓക്കെ, LICയുടെ ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ മിനിമം പോയിന്റ് എവിടെയാണോ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹി ക്യാൻ സ്റ്റോപ്പ് അറ്റ് എനി പോയിന്റ് ഓൺ ദ LICയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അത് നിർത്താവുന്നതാണ്. കാരണം അവിടെ
LAC where his profits are maximum. LACയിലെ പോയിന്റിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മാക്സിമത്തിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കാരണം one thing is certain, monopolist will not continue he make losses in the long run. അപ്പൊ ലോങ് റണ്ണിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മോണോപോളിസ്റ്റ് ഒരിക്കലും ലോസ് എന്ത് ചെയ്യില്ല, ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കില്ല. അപ്പൊ അദ്ദേഹം he will continue to make a super normal profit even in the long run as entry ഔട്ട്സൈഡ് ഫേംസ് ആർ ബ്ലോക്ക്ഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലോങ് റണ്ണിലും എന്ത് ചെയ്യില്ല, കിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ പുതിയ ഫേമുകൾ ഔട്ട്സൈഡിൽ നിന്നും എൻട്രി ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു നോർമൽ പ്രോഫിറ്റ് മാത്രമാണ് ലോങ് റണ്ണിൽ എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം AR എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്, MR എന്ന് പറയുന്നതും കൊടുത്തിട്ടുണ്ട്. ദെൻ MRും MCയും ഈക്വൽ ആകുന്ന പോയിന്റ് E എന്ന് പറയുന്ന ഒരു പോയിന്റും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ദെൻ ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നതും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ABCP എന്ന് പറയുന്ന ഇത്രയും പോയിന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിലയുടെ വിവേചനം എന്ന് പറയാം, അല്ലെ? കാരണം പ്രൈസ് ഡിസ്ക്രിമിനേഷനും നമുക്കിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫാമിലി ഡോക്ടർ, നമ്മുടെ അടുത്ത് തന്നെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ട്. ഒരു റിച്ച് പേഷ്യന്റിന്റെ കയ്യിൽ നിന്നും ഹയർ ഫീയും ഒരു പുവർ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ഒരു ലെസ് ഫീയും കമ്പയർ ചെയ്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരേപോലെ വൈറൽ ഫീവർ ആണ്, അല്ലെ? അങ്ങനെ വരുന്ന സമയത്ത് രണ്ടുപേരുടെ കയ്യിൽ നിന്നും രണ്ട് തരത്തിലുള്ള ഫീ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും അത്? അതൊരു ചോദ്യം. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി കമ്പനി ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നു, ചീപ്പർ റേറ്റിന് ഹോം കൺസംഷൻ ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ റൂറൽ ഏരിയയിലും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ യൂസിനും ഒക്കെ ഡിഫറെന്റ് ആയിട്ടാണ് പ്രൈസ് ഈടാക്കുന്നത്, അല്ലെ? ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് കറണ്ട് ഉപയോഗിക്കുമ്പോൾ അതിനൊരു ചാർജ് വേറെയും, ഇനി ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കമ്പനിയുടെ അല്ലെങ്കിൽ കടകളുടെ ഒക്കെ ആവശ്യത്തിന് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോൾ അതിന്റെ ചാർജ് എന്ന് പറയുന്നത് വേറെ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുക. അതൊക്കെ എന്തുകൊണ്ടാണ്? അതെല്ലാം പ്രൈസ് ഡിസ്ക്രിമിനേഷന് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് കേസുകളും പ്രൈസ് ഡിസ്ക്രിമിനേഷന് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, അല്ലെ? അപ്പൊ എന്താ നമുക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? വാട്ട് ഈസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, അല്ലെ? അപ്പൊ നമുക്ക് പറയാം എന്ത്? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ occurs when a producer sells a specific commodity or service to different buyers to different prices for reason not associated with the different cost. അതായത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൊഡ്യൂസർ ഇവിടെ സെല് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് കമ്മോഡിറ്റിക്ക് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സർവീസിന് ഡിഫറെന്റ് ബയേഴ്സിൽ നിന്നും ഡിഫറെന്റ് പ്രൈസുകൾ ഈടാക്കുന്നു. ഓക്കെ, അവിടെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നോക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഡിഫറെന്റ് കോസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, രണ്ടുപേരുടെ നിന്നും ഈടാക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. Price discrimination is a method of pricing adopted by a monopolist to earn abnormal profit. Okay, abnormal profit എന്ന് പറയുന്നത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം മോണോപോളിസ്റ്റിന് അബ്നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ളത്. സോ ഇത് ചാർജ് ചെയ്യുന്നത് ഡിഫറെന്റ് പ്രൈസ് ഡിഫറെന്റ് യൂണിറ്റ്സിൽ സെയിം കമ്മോഡിറ്റിക്ക് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾസ് പറയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷന്. അപ്പൊ നമുക്കറിയാം റെയിൽവേയിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും കാണപ്പെടുന്നത്. കാരണം ഹൈ വാല്യൂ റിലേറ്റീവ്ലി സ്മോൾ ബൾക്ക് ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബിയർ ഹയർ ഫ്രൈറ്റ് ചാർജസ് ഫ്രം അതർ കാറ്റഗറീസ് ഓഫ് ഗുഡ്സ്, അല്ലെ? ഇപ്പൊ റെയിൽവേന്റെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം പല ഇപ്പോ AC ആണെന്നുണ്ടെങ്കിലും നോർമൽ ആണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ചാർജുകളാണ് നമ്മൾക്ക് റെയിൽവേയിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ചാർജുകളാണ് നമുക്ക് ഈടാക്കാൻ പറ്റുന്നത്. Some countries dump goods or low prices foreign market to capture them. അതേപോലെ തന്നെ ചില കൺട്രികളിൽ ലോ പ്രൈസിന് ഗുഡ്സുകൾ എന്ത് ചെയ്യാറുണ്ട്, ഡംപ് ചെയ്യാറുണ്ട് ഫോറിൻ മാർക്കറ്റിലേക്ക്. ഓക്കെ, പിന്നെയോ സം യൂണിവേഴ്സിറ്റീസ് ചാർജ് ഹയർ ട്യൂഷൻ ഫ്രീ ഫ്രം ഈവനിങ് ക്ലാസ് സ്റ്റുഡൻസ് ദാൻ ഫ്രം അതർ സ്കോളേഴ്സ്. ഓക്കെ, ചില യൂണിവേഴ്സിറ്റികൾ
ട്യൂഷൻ ഫീസ് എന്നുള്ള പേരിൽ, ഈവനിങ് ക്ലാസ് എന്നുള്ള പേരിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഹയർ ചാർജ് ഈടാക്കാറുണ്ട്. ഓക്കെ, മറ്റുള്ള സ്റ്റുഡൻസുകൾക്കൊക്കെ കൂടുതലായിട്ട് ഈടാക്കാറുണ്ട്. അതേപോലെ തന്നെ എ ലോവർ സബ്സ്ക്രിപ്ഷൻ ഈസ് ചാർജ്ഡ് ഫ്രം സ്റ്റുഡൻസ് റീഡേഴ്സ് ഇൻ കേസ് ഓഫ് certain journals. Okay, lower charges on phone calls at off peak time. ഓക്കെ, ലോവർ ചാർജസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫോൺ കോൾസിനും അതേപോലെ തന്നെ മറ്റ് പീക്ക് ടൈംസിലൊക്കെ എന്ത് ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ഇനി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കനോട്ട് പെർസിസ്റ്റ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ബിക്കോസ് ദ സെല്ലർ ഹാസ് നോ ഇൻഫ്ലുവൻസ് ഓവർ ദി മാർക്കറ്റ് ഡിറ്റർമിൻഡ് പ്രൈസ്. ഓക്കെ, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നടക്കില്ല. കാരണം സെല്ലർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മാർക്കറ്റ് ഡിമാൻഡും പ്രൈസും കൊണ്ടാണ്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് മോണോപ്പൊളിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. കാരണം എന്താ, ഒരൊറ്റ സെല്ലർ മാത്രമേ മോണോപ്പൊളിയിൽ ഉള്ളൂ എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്. ഒന്നാമത്തെ കണ്ടീഷൻ, സെല്ലർ ഷുഡ് ഹാവ് സം കൺട്രോൾ. സെല്ലർക്ക് എന്തുണ്ടായിരിക്കണം, ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. കാരണം അവരുടെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു കൺട്രോൾ സെല്ലർക്ക് തന്നെയായിരിക്കും ഉണ്ടാവേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഫേമിന് പ്രൈസ് സെറ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ മോണോപ്പൊളി പവർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ഡിസ്ക്രിമിനേറ്റ് പ്രൈസ് ആയിരിക്കണം കാണപ്പെടുന്നത്. രണ്ടാമത്തത്, സെല്ലർ ഷുഡ് ബി ഏബിൾ ടു ഡിവൈഡ് ഹിസ് മാർക്കറ്റ് ഇൻ ടു 2 or more സബ് മാർക്കറ്റ്. ഇപ്പൊ സെല്ലർ ഈ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിനെ 2 അല്ലെങ്കിൽ അധികമോ സബ് മാർക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത്, ദ പ്രൈസ് ഇലാസിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഷുഡ് ബി ഡിഫറെന്റ് ഇൻ സബ് മാർക്കറ്റ്. ഇപ്പൊ നമുക്ക് പറഞ്ഞു, സെല്ലർ ഓരോ മാർക്കറ്റിനെയും 2 അതിലധികമോ സബ് മാർക്കറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് മാർക്കറ്റില് ഡിഫറെന്റ് പ്രൊഡക്റ്റിന് എന്താണ് പ്രൈസ് ഇലാസിറ്റി ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഡിഫറെന്റ് മാർക്കറ്റിലും ഡിഫറെന്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, കൂടാതെ ദ മോണോപോളിസ്റ്റ് ഫിക്സ് എ ഹൈ പ്രൈസ്. ഒരു മോണോപോളിസ്റ്റ് ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബയേഴ്സും അതേപോലെ തന്നെ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും എന്നുള്ളതാണ് പറയണത്. ഓക്കെ, കാരണം മോണോപോളിസ്റ്റ് ഹയർ പ്രൈസ് ഈടാക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, റെഡ്യൂസ് ദർ പർച്ചേസ് ഇൻ റെസ്പോണ്ട് ടു ഹയർ പ്രൈസ്. കാരണം നമുക്ക് വേറെ ഒരു ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ഇല്ലാത്ത കാരണം അല്ലെ, അപ്പൊ നമുക്ക് കറണ്ട് ചാർജ് എത്ര കൂട്ടി കഴിഞ്ഞാലും നമുക്ക് അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ. കാരണം കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് പകരം നമുക്ക് വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മളത് എന്ത് ചെയ്യും, വില കൂടിയാലും വില കുറഞ്ഞാലും നമുക്കത് അത്യാവശ്യ സാധനം ആയതുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, മോണോപ്പൊളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൂടാതെ ഇറ്റ് ഷുഡ് നോട്ട് ബി പോസിബിൾ ഫോർ ദ ബയേഴ്സ് ലോവർ പ്രൈസ്ഡ് മാർക്കറ്റ് ടു റീസെൽ ദ പ്രൊഡക്റ്റ് ടു ദ ബയേഴ്സ് ഓഫ് ഹൈ പ്രൈസ്ഡ് മാർക്കറ്റ്. ദർ മസ്റ്റ് ബി നോ മാർക്കറ്റ് ആർബിട്രേജ്. അതായത് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എല്ലാ ബയേഴ്സും ലോ പ്രൈസ് മാർക്കറ്റിലാണ് എന്ത് ചെയ്യുന്നത്, സെല് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ടു ബയേഴ്സ് ഓഫ് ഹൈ പ്രൈസ്ഡ് മാർക്കറ്റ് ആണ് കാണപ്പെടുന്നത്. അപ്പോ ഇങ്ങനെയുള്ള മോണോപോളിസ്റ്റ് എപ്പോഴും ഡിസ്ക്രിമിനേറ്റിംഗ് പ്രൈസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈടാക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യും പറയുന്നു. ഓക്കെ, അങ്ങനെയുള്ള ഘട്ടത്തിൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും അതിന് എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അതിനൊരു ന്യൂമറിക്കൽ എക്സാമ്പിൾ ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്. കാരണം സിംഗിൾ മോണോപ്പൊളി പ്രൈസ് എന്ന് പറയുന്നത് 30 ആണ്. ഇവിടുത്തെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എയിലെയും ബിയിലെയും 2, 5 വീതമാണ്. സോ മാർക്കറ്റ് എയിലെ MR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AR A ഇൻറ്റു E-1 ഡിവൈഡഡ് ബൈ E ആണ് കൊടുത്തേക്കുന്നത്. AR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ആണ്. കാരണം നമുക്കറിയാം അല്ലെ, മോണോപ്പൊളി സിംഗിൾ മോണോപ്പൊളി പ്രൈസ് എന്ന് പറയുമ്പോൾ അതായത് എത്രയാണ്, പ്രൈസ് തന്നെയാണല്ലോ നമ്മുടെ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. സോ AR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ആണ്. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, ആദ്യത്തെ 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 2 - 1 ഡിവൈഡഡ് ബൈ 2, അപ്പൊ എത്രയാണ്, 15 ആണ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കെ, ഇനി മാർക്കറ്റ് ബിയുടെ ആണെന്നുണ്ടെങ്കിൽ അതായത് 15 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മാർക്കറ്റ് ബിയിലാണെന്നുണ്ടെങ്കിൽ അതേ സാധനം എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്, 5-നാണ്. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോ 30 × 5 - 1 ഡിവൈഡഡ് ബൈ 5. അപ്പൊ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരുന്നത്, 5 - 1 എന്ന് പറയുമ്പോൾ എത്രയാ, 4 അല്ലെ. 4 ഡിവൈഡഡ് ബൈ 5ഉം അതേപോലെ തന്നെ എന്താണ് 30 × 4 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 24ഉം എന്ത് ചെയ്യുന്നു കിട്ടുന്നു. ഓക്കെ, അപ്പൊ മാർക്കറ്റ് എയിൽ 15-നും മാർക്കറ്റ് ബിയിൽ 24-നുമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എന്ത് ചെയ്യുന്നത് ഇലാസ്റ്റിസിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ. കാരണം
ഒന്ന് ക്ലിയർ ആയിട്ട് നമുക്കറിയാം മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാർക്കറ്റിലും എന്താണ് ഡിഫറെന്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, മാർജിനൽ റവന്യൂ എയിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ റവന്യൂ ബിയിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഡിഫറെന്റ് ആയിട്ടാണ്. കാരണം എന്താണ് ഡിഫറെന്റ് ഇലാസിറ്റീസ് ഓഫ് ഡിമാൻഡ് ആണ് ഉള്ളത്. ഓക്കെ, സിംഗിൾ പ്രൈസ് ആണ് പക്ഷേ ഡിഫറെന്റ് ഇലാസിറ്റീസ് ഓഫ് ഡിമാൻഡ് ആണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് എയിലെയും മാർക്കറ്റ് ബിയിലെയും MR ഡിഫറെന്റ് ആണ് എന്ന് കാണിക്കുന്ന എക്സ്പ്ലനേഷൻ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, പ്രൈസ് ഡിസ്ക്രിമിനേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്ന്, ടു ഏൺ മാക്സിമം പ്രോഫിറ്റ്. രണ്ട്, ടു ഡിസ്പോസ് ഓഫ് സർപ്ലസ് സ്റ്റോക്ക് ടു എൻജോയ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. Then to capture foreign market and to secure equity through pricing. Okay, അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയാ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. കാരണം പ്രൈസ് ഡിസ്ക്രിമിനേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെയോ കൂടുതൽ സർപ്ലസ് സ്റ്റോക്ക് ഉണ്ടാവുമ്പോൾ അത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ ലക്ഷ്യമാണ്. പിന്നെയോ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ലക്ഷ്യം വരുന്നത്. നാലാമത്തതോ ഫോറിൻ മാർക്കറ്റിനെ പിടിച്ചടക്കുക, ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതും. പിന്നെയോ അതേപോലെ തന്നെ സെക്യൂർ ടു ഇക്വിറ്റി ത്രൂ പ്രൈസിങ്, വിലയുടെ കാര്യത്തിൽ വളരെയധികം സെക്യൂർ ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇക്വിലിബ്രിയം അണ്ടർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് വാരി വലിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ഇക്വിലിബ്രിയം അണ്ടർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ ഇക്വിലിബ്രിയം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മൊണോപ്പൊളിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സിംഗിൾ പ്രൈസ് ആണ് ചാർജ് ചെയ്യുന്നത് വോൾ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട്, അല്ലെ? അപ്പോ ഡിസ്ക്രിമിനേഷൻ, മോണോപോളിസ്റ്റില് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് പ്രൈസ് ഡിഫറെന്റ് മാർക്കറ്റിലാണ് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. സോ മോണോപോളിസ്റ്റ് ടോട്ടൽ മാർക്കറ്റിനെ പല സബ് മാർക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം. അപ്പൊ ഇവിടെ പറയുന്നത് ടോട്ടൽ മാർക്കറ്റിനെ രണ്ട് സബ് മാർക്കറ്റുകളാക്കിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന്, ഹൗ മച്ച് ടോട്ടൽ ഔട്ട്പുട്ട് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്, എങ്ങനെയാണ് ടോട്ടൽ ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതും. അതായത് ഇവിടെ ഇക്വിലിബ്രിയം പൊസിഷൻ ഡിസ്ക്രിമിനേറ്റിംഗ് മോണോപോളിസ്റ്റ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ 3 ഡിസിഷൻസ് ആണ് ഇവിടെ എടുക്കുന്നത്. ഒന്ന്, എങ്ങനെ ഹൗ മച്ച് ടോട്ടൽ പ്രോഡക്റ്റ്, എത്ര ടോട്ടൽ ഔട്ട്പുട്ട് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് പറയുന്നത് ഹൗ ദ ടോട്ടൽ പ്രൊഡക്റ്റ് ഷുഡ് ബി ഡിസ്റ്റർബ്ഡ് ബിറ്റ്വീൻ ദ 2 സബ് മാർക്കറ്റ്, രണ്ട് സബ് മാർക്കറ്റിലെയും ടോട്ടൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം രണ്ട് മാർക്കറ്റ് ഉണ്ടാകുമ്പോൾ രണ്ട് മാർക്കറ്റിലേക്കും ഒരേപോലെ പ്രൊഡക്റ്റ് പോകണോ, അതോ ഒരു സ്ഥലത്ത് കൂടുതൽ വേണോ, ഒരു സ്ഥലത്ത് കുറവ് വേണോ, അത് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. മൂന്നാമത്തത് വാട്ട് പ്രൈസ് ഹി ഷുഡ് ചാർജ് ഇൻ ടു സബ് മാർക്കറ്റ്, രണ്ട് മാർക്കറ്റിൽ നിന്നും എത്രയാണ് ഇവിടെ പ്രൈസ് ഈടാക്കുന്നത് എന്നുള്ളതും എന്ത് ചെയ്യണം, നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ അതില് എന്താണ്, അപ്പൊ നമുക്കറിയാം ഇവിടെ സെയിം മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഇതില് ഇപ്പൊ നമുക്കറിയാം ഈ ഒരു 3 പ്രധാനപ്പെട്ട ഇപ്പൊ നമുക്കറിയാം പ്രൈസ് എത്രയാണ്, അതിന്റെ 3 കണ്ടീഷൻസ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? അപ്പൊ നമുക്കറിയാം ഈ ഒരു മാർജിനൽ പ്രൈസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം ഡിസിഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളത് അറിയാം. കാരണം ഡിസ്ക്രിമിനേറ്റിംഗ് മോണോപോളിസ്റ്റ് ആണ് നമ്മളുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാർജിനൽ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും ഡിഫറെന്റ് ആയിരിക്കും, അല്ലെ? അപ്പൊ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 ഗ്രാഫുകൾ ഇവിടെ ഒരുമിച്ച് തന്നിട്ടുണ്ട്. ആ 3 ഗ്രാഫുകളും ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം രണ്ട് സ്ഥലത്തെയും ഡിഫറെന്റ് പ്രൈസ് കാണിക്കുന്ന 3 ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം അതിലെ സബ് മാർക്കറ്റ് എ എന്ന് പറയുന്നതും സബ് മാർക്കറ്റ് ബി എന്ന് പറയുന്നതും പിന്നെ ടോട്ടൽ മാർക്കറ്റ് ഉള്ള 3 ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതില്
ഒന്നാമത്തെ പിക്ചറിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത് അല്ലെ. അതായത് ഈ ഒരു ഇപ്പൊ നമുക്കറിയാം ഒന്നാമത്തെ മാർക്കറ്റിലേക്ക് നമുക്ക് നോക്കുമ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് OP1 ആണ്. OP1 പ്രൈസിനും OM1 ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മാർക്കറ്റ് എയിൽ കൊടുക്കുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ MRA E1 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇവിടുത്തെ മാർക്കറ്റില് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ OM1 ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, OP1 പ്രൈസിന് OM1 ക്വാണ്ടിറ്റി ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. ഓക്കെ, OP1 പ്രൈസിന് OM1 ക്വാണ്ടിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് എയിൽ വിൽക്കപ്പെടുന്നത്. ഓക്കെ, അതേസമയം മാർക്കറ്റ് ബിയിലേക്ക് വരുമ്പോൾ പ്രത്യേകത എന്താണ്, OP1നേക്കാൾ കുറവുള്ള ഒരു പ്രൈസ് ആണ് OP2 എന്ന് പറയുന്നത്. ഓക്കെ, ആ OP2 പ്രൈസിന് OM2 ലെവൽ ഓഫ് ക്വാണ്ടിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, വിൽക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വിൽക്കുമ്പോൾ അതെന്തായിരിക്കും, പ്രൈസ് കുറവും ക്വാണ്ടിറ്റി കൂടുതലുമായിട്ടാണ് സബ് മാർക്കറ്റിൽ കാണപ്പെടുന്നത്. ഓക്കെ, മാർക്കറ്റ് എയിലാണെന്നുണ്ടെങ്കിലോ പ്രൈസ് കൂടുതലും ക്വാണ്ടിറ്റി കുറച്ചുമാണ് വിൽക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് ബിയിലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് എന്ത് ചെയ്യുന്നത്, വിൽക്കപ്പെടുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണ്, എ മാർക്കറ്റിലെയും ബി മാർക്കറ്റിലെയും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു മൊണോപോളിസ്റ്റിന്, ഇപ്പൊ മൊണോപോളിസ്റ്റിന്റെ ടോട്ടൽ മാർക്കറ്റിലുള്ള ഗ്രാഫാണ് മൂന്നാമത്തെ പാനലിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, അതിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്, കാരണം എയിലെയും ബിയിലെയും കൂടി കൂട്ടിയിട്ടുള്ള അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് AMR-ഉം അല്ലെ, അതായത് അഗ്രിഗേറ്റ് മാർജിനൽ റവന്യൂ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. പിന്നെ മാർജിനൽ കോസ്റ്റും ഇവിടുത്തെ കണ്ടീഷൻ നമ്മൾ നോക്കണം, എവിടെയാണ് MR-ഉം MC-യും എവിടെ വെച്ചാണോ ഈക്വിലിബ്രിയത്തിൽ എത്തുന്നത്, ആ ഈക്വിലിബ്രിയത്തിൽ നിന്നുള്ള പോയിന്റിലാണ് മാർക്കറ്റ് എയിലും മാർക്കറ്റ് ബിയിലും ഒക്കെ എന്ത് ചെയ്യുന്നത്, ഈക്വിലിബ്രിയം എന്ന് പറയുന്ന പൊസിഷനിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് BC എന്ന് പറയുന്ന അത്രയും പോർഷൻ, ഓക്കെ, BC എന്ന് പറയുന്ന അത്രയും പോർഷനില് BCE എന്ന് പറയുന്ന അത്രയും പോർഷനിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രൈസ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ടോട്ടൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അത്രയും പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസും ക്വാണ്ടിറ്റിയും എന്ത് ചെയ്യുന്നു, വിൽക്കപ്പെടുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. കാരണം പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നമുക്കറിയാം യൂഷ്വലി നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹയർ പ്രോഫിറ്റ് ആണ് അല്ലെ. കാരണം രണ്ട് സ്ഥലത്ത് മാർക്കറ്റ് എയിൽ നിന്നും മാർക്കറ്റ് ബിയിൽ നിന്നും ഒരേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വരുമാനം പ്രോഫിറ്റ് എന്ന് പറയുന്നത് കിട്ടുന്നുണ്ട് അല്ലെ. പ്രൈസ് എന്ന് പറയുന്നത് എന്താ പറയാ, മാർജിനൽ കോസ്റ്റും അതേപോലെ തന്നെ പ്രൈസും എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. എക്കണോമിക് വെൽഫെയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഇവിടെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, കൂടാതെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് കൺസ്യൂമർ സർപ്ലസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നതുകൊണ്ട് കൺസ്യൂമേഴ്സിന്റെ സർപ്ലസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. കാരണം ഇപ്പൊ നമ്മൾക്കറിയാം, ഇന്ന് നമ്മൾ ഒരു പച്ചക്കറി കടയിൽ പോയി വാങ്ങി നമുക്ക് വില കൂടുതലാണ് അല്ലെ, അങ്ങനെ കാണുമ്പോൾ പിന്നെ നമുക്ക് അത് എന്ത് ചെയ്യില്ല, പിന്നെ നമ്മൾ ആ മാർക്കറ്റിലേക്ക് പോവില്ല. അതായത് കൺസ്യൂമറിന്റെ സർപ്ലസിനെ അവിടെ എന്ത് ചെയ്യുന്നു, കോട്ടം തട്ടും. അപ്പൊ പിന്നെ നമ്മൾ വില കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ആ മാർക്കറ്റിലേക്ക് പോവില്ല അല്ലെ, പിന്നെ നമ്മൾ അടുത്ത മാർക്കറ്റിലേക്കാണ് പോവുക. അപ്പോ എന്നിരുന്നാലും ഇവിടെ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഫേവറബിൾ ആയതുകൊണ്ട് തന്നെ റവന്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഫേമിന് അല്ലെങ്കിൽ ബിസിനസ് ഫേമിന് എന്തായിരിക്കും, ലോസ് എന്ന് പറയുന്നത് സംഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം ഒരു ഫേമിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, കൺസ്ട്രെയിൻഡ് ആയിരിക്കും. അതേപോലെ തന്നെ അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ബെറ്റർ കപ്പാസിറ്റി ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നത്. കാരണം അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മെനി എസെൻഷ്യൽ സർവീസുകൾ എന്ന് പറയുമ്പോൾ
പ്രോഫിറ്റബിൾ റൺ അൺലെസ് ഡിസ്ക്രിമിനേഷൻ ഈസ് ഫോളോഡ്. അപ്പൊ നമുക്കറിയാം ചില കൺസ്യൂമേഴ്സ്, എക്സ്പെഷ്യലി പുവർ കൺസ്യൂമേഴ്സും അതേപോലെ തന്നെ എല്ലാവർക്കും ഇപ്പൊ പ്യുവർ ആണോ റിച്ച് ആണോ നോക്കിയിട്ടല്ല, നമുക്ക് എല്ലാവർക്കും ആക്ച്വലി എങ്ങനെയാ വേണ്ടത്, എല്ലാ കൺസ്യൂമേഴ്സിനും പ്രൈസ് എന്ന് പറയുന്നത് ചാർജ് ചെയ്യേണ്ടത് ഒരു യൂണിഫോം ഹൈ പ്രൈസിലാണെന്നുണ്ടെങ്കിൽ അല്ലെ, അങ്ങനെയും എന്ത് ചെയ്യാം, നമുക്ക് ഈ സാധനങ്ങളെല്ലാം വാങ്ങുകയും വിൽക്കുകയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ.